ഒരു അടിപൊളി ഇഫ്താർ മീറ്റിൻ്റെ വീഡിയോ ആയിട്ടാണ് നമ്മൾ ഇവിടെ പങ്കുവെക്കുന്നത്. ഇന്ന് ഞങ്ങളുടെ വാട്സാപ്പ് കൂട്ടായ്മയുടെ ആദ്യത്തെ നോമ്പുതുറ, ഫാമിലി നോമ്പുതുറയാണ്. കുറേ വർഷങ്ങളായിട്ടുള്ള ഗ്രൂപ്പാണെങ്കിലും ഇതുവരെയായിട്ട് ഞങ്ങൾ ഇതേപോലെ ഒരു ഇഫ്താർ മീറ്റ് സംഘടിപ്പിച്ചിട്ടില്ല. അപ്പോൾ ഞങ്ങൾ ഏറ്റെടുത്തൊരു തരിക്കഞ്ഞിയും പക്കോടയാണ്. അങ്ങനെ ഞങ്ങൾ രണ്ടും തയ്യാറാക്കി ഞങ്ങൾ ഇഫ്താർ മീറ്റ് നടക്കുന്ന സ്ഥലത്തേക്ക് പോവുകയാണ്. കൊടിക്കുന്നുള്ള ടർഫിൽ വെച്ചിട്ടാണ് ഇഫ്താർ മീറ്റ് സംഘടിപ്പിച്ചിട്ടുള്ളത്. സാധാരണ കണ്ടുവരുന്നതിലേക്കാളും വ്യത്യസ്തമായിട്ടുള്ള ഒരു ഇഫ്താർ മീറ്റ് ആട്ടോ. എന്താ കാരണം എന്നറിയോ? നമ്മൾ തന്നെ വീടുകളിൽ ഉണ്ടാക്കുന്ന പലഹാരങ്ങളാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. പിന്നെ വേറൊരു വ്യത്യസ്തത കൂടി നമ്മൾ ഈ ഇഫ്താർ മീറ്റിൽ കൊണ്ടുവന്നതെന്നറിയോ? നമ്മൾ ഈ പേപ്പർ പ്ലേറ്റ് പോലുള്ള സാധനങ്ങൾ മാക്സിമം ഒഴിവാക്കിയിട്ട് അവരവരുടെ വീടുകളിൽ നിന്ന് തന്നെ പ്ലേറ്റുകളും ഗ്ലാസ്സുകളൊക്കെ സംഘടിപ്പിച്ചിട്ട് ഞങ്ങളിവിടെ ഇഫ്താർ മീറ്റ് നടത്തുന്നത്. ഏകദേശം 6 മണിയാകുമ്പോഴത്തേക്കും എല്ലാവരും എത്തി തുടങ്ങി കേട്ടോ. അങ്ങനെ സജീവമായിട്ട് എല്ലാവരും ഉണ്ടായിരുന്നു. ഞങ്ങൾ ഫ്രൂട്ട്സുകൾ കുറച്ച് വെക്കാൻ വേണ്ടി കുറച്ച് പേപ്പർ പ്ലേറ്റുകൾ ഉപയോഗിച്ചെന്നല്ലാണ്ട് മാക്സിമം ഞങ്ങൾ വീടുകളിൽ നിന്ന് കൊണ്ടുവന്ന പാത്രങ്ങൾ തന്നെയാണ് ഉപയോഗിച്ചത്. അതേപോലെ തന്നെ പലഹാരങ്ങൾ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊണ്ടുവന്നതാണ്. ബിരിയാണി പോലുള്ള സാധനങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് പത്തിരി, അതേപോലെ കുറച്ച് പൊറോട്ട ഒക്കെ വാങ്ങി അതാണ് ഞങ്ങൾ ഈ നോമ്പ് തുറക്ക് ഉപയോഗിച്ചത്. അപ്പോൾ നമ്മുടെ വീഡിയോയും ചാനലൊക്കെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അതേപോലെ തന്നെ നമ്മളെ വീഡിയോക്ക് ലൈക്കും കൂടി നിങ്ങളുടെ സപ്പോർട്ടിന് വേണം. ഒരുപാട് പേര് ഇനിയും പങ്കെടുക്കാനുണ്ട്. കുറേ ദൂര സ്ഥലങ്ങളിൽ നിന്ന് വരാനുള്ള ഒരുപാട് പേരുണ്ട്. ഇപ്പോൾ നമ്മുടെ ഇഫ്താർ മീറ്റിന് ആദ്യമായിട്ട് നടക്കുന്ന ഈ ഫാമിലി ഇഫ്താർ മീറ്റ് ആയതുകൊണ്ട് തന്നെ നമ്മൾ അടുത്തുള്ള സ്ഥലങ്ങളിൽ നിന്ന് പട്ടാമ്പി ഈ ചുറ്റുപാറം പള്ളിപ്പുറമുള്ള ഈ ഭാഗത്തു നിന്നുള്ള ആളുകൾ മാത്രമാണ് പങ്കെടുത്തിട്ടുള്ളത്. പിന്നെ കുറേ ആൾക്കാർ ഗൾഫിലുണ്ട്. അവർക്കൊന്നും അവരുടെ ഫാമിലിക്കൊന്നും എത്തിപ്പെടാനുള്ള ഈ മഗ്രിബിൻ്റെ നേരം ആയതുകൊണ്ട് കുറേ ദൂരത്തു നിന്നൊക്കെ എത്തിപ്പെടാനുള്ള ഒരു ബുദ്ധിമുട്ട് കാരണം കൊണ്ടാണ് ഈ കുറച്ച് ആൾക്കാർ പങ്കെടുത്തത്. കുറച്ച് പേര് എന്ന് പറഞ്ഞാൽ ഏകദേശം 10-70 ആളുകളും പങ്കെടുത്തിട്ടോ. വലിയ പരിപാടി തന്നെ ആയിരുന്നു, ചെറിയ പരിപാടി ഒന്നല്ല. നമ്മൾ സ്ത്രീകളൊക്കെ സജീവമായിട്ടുള്ളത് കൊണ്ട് പ്ലേറ്റുകളൊക്കെ അവിടെ കൊടുന്ന് ഒന്നും കൂടി മിനുക്കി വൃത്തിയാക്കാനൊക്കെ നല്ല സൗകര്യമായി. നല്ല സൗകര്യങ്ങൾ നമ്മൾ ഈ ടർഫിലുണ്ടായിരുന്നു കേട്ടോ. പ്രത്യേകിച്ച് നമ്മുടെ ഈ ടർഫിനെ കുറിച്ച് ഇനി 1-2 കാര്യങ്ങൾ പറയാനുള്ളത്. നമ്മളൊരു ഇഫ്താർ മീറ്റ് വെച്ചപ്പോൾ ഒരു 100 പേർക്ക് ഒന്നിച്ചിരുന്ന് നമ്മുടെ ഈ നോമ്പ് തുറക്കാനുള്ള സൗകര്യം ഈ ടർഫിലുണ്ട്. ഇതിൻ്റെ കാണികൾക്ക് ഇരിക്കാനുള്ള ഗാലറിയിൽ ഞങ്ങൾ സൗകര്യം ഉണ്ട് എന്നുള്ള കുറച്ച് ടേബിളുകൾ ഞങ്ങൾക്ക് സംഘടിപ്പിക്കേണ്ടി വന്നെങ്കിലും ഒരു 100 പേർക്ക് ഒന്നിച്ചിരുന്ന് കഴിക്കാനുള്ള ഭക്ഷണം നോമ്പ് തുറക്കാനുള്ള സൗകര്യം കൂടി നമുക്ക് ഇവിടെ കേട്ടോ. ഇതേപോലെ ഇഫ്താർ മീറ്റുകൾ നടത്താൻ വേണ്ടി ടർഫിൽ കുറേ എൻക്വയറികൾ വന്നതാണ്. അപ്പോൾ അതിൻ്റെ ഈ ഫുഡ് വേസ്റ്റിൻ്റെയും മറ്റുള്ള പ്രശ്നങ്ങളൊക്കെ ഉള്ളത് കാരണമാണ് അനുമതി കൊടുക്കാതുള്ളത്. നമ്മുടെ തന്നെ ഗ്രൂപ്പിൻ്റെ അംഗമായിട്ടുള്ള ആളുടെ ടർഫ് ആയതുകൊണ്ട് നമ്മളെ കാര്യമായി നമ്മൾ പറഞ്ഞ ഒരു ഫുഡിൻ്റെ വേസ്റ്റും ഒന്നും ഇവിടെ ഇല്ല. നമ്മൾ ഹൈജീനിക് ആയിട്ടില്ല. നമ്മൾ വീടുകളിൽ നിന്ന് ഉപയോഗിക്കുന്ന സാധനങ്ങളാണ് തിരിച്ച് നമ്മൾ അതേപോലെ കൊണ്ടുപോകുന്നുള്ള ഒരു ഉറപ്പുകൂടി അദ്ദേഹത്തിന് കൊടുത്തതിന് ശേഷമാണ് നമുക്ക് ഇങ്ങനെ ഒരു സൗകര്യം കൂടി ആദ്യം അവിടെ ചെയ്തു തന്നു കേട്ടോ. ഇത്രയും വിജയകരമായ പരിപാടി ഇത്രയും വിജയിക്കുമെന്ന് തന്നെ ഞങ്ങൾ പ്രതീക്ഷിച്ചിട്ടില്ല. അങ്ങനെ ഏകദേശം 6:15 കൂടി എല്ലാവരും ഒരുവിധം ആളുകളൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു, പരിപാടിക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. എല്ലാവരും ടേബിളിന് ചുറ്റുമായിട്ട് ഇരുന്നു. ഞങ്ങൾ ഭക്ഷണങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ തന്നെയാണ് എല്ലാം ക്ലിയർ ആക്കി വെച്ചത്. മക്കൾക്കൊക്കെ വല്ലാത്തൊരു എക്സൈറ്റിങ് തന്നെ ആയിരുന്നു കേട്ടോ. എന്നിട്ട് ആദ്യമായിട്ടാണ് അവർ ഇങ്ങനെയുള്ളൊരു പരിപാടിയിലൊക്കെ പങ്കെടുക്കുന്നത്. ചെറിയ കുട്ടികൾ, കുഞ്ഞുങ്ങൾ, ഏറ്റവും അടുത്ത ബന്ധത്തിൽപ്പെട്ട കുടുംബത്തിൽപ്പെട്ട കുട്ടികളൊക്കെ ഇങ്ങനെയുള്ള സമയങ്ങൾ ഇങ്ങനെ മീറ്റുകൾ ഇഫ്താർ മീറ്റുകളും അതേപോലെ കല്യാണങ്ങളും അതേപോലെ എന്തെങ്കിലും പരിപാടികളിലാണ് അവർ കാണുന്നതും പരിചയപ്പെടുന്നതൊക്കെ. പച്ചവെള്ളമാണ് അങ്ങനെ ബാങ്ക് കൊടുത്തു. നോമ്പുതുറ കഴിഞ്ഞിട്ടോ. ഞങ്ങൾ കൊണ്ടുവന്ന ഈ പുരിക്കടികൾ മാക്സിമം ഒഴിവാക്കിക്കൊണ്ട് 1-2 പുരിക്കടികൾ, ഒരു സമൂസ, അതേപോലെ കുറച്ച് പൊക്കോട, പിന്നെ ബാക്കി മാക്സിമം ഫ്രൂട്ട്സുകളാണ് ഉപയോഗിച്ചിട്ടുള്ളത്. പിന്നെ തരിക്കഞ്ഞി പോലത്തെ വെള്ളങ്ങളുണ്ടായിരുന്നു, 1-2 വെള്ളങ്ങളുണ്ടായിരുന്നു. ഇതെല്ലാം നമുക്ക് പുറത്ത് ഏൽപ്പിച്ച് അത് ഓരോരുത്തർ കഴിക്കാനുള്ള പാക്കേജ് പോലെ നമുക്ക് കൊണ്ടുവരാൻ കഴിയാഞ്ഞിട്ടൊന്നുമില്ല. പക്ഷെ മാക്സിമം നമ്മൾ തന്നെ ഉപയോഗിക്കുന്നത്, നമ്മൾ തന്നെ ഉണ്ടാക്കിയ സാധനങ്ങൾ കൊണ്ട് ഉപയോഗിക്കാം നോമ്പ് തുറക്കുക എന്നുള്ളതാണ്. അതിന് ഫ്രൂട്ട്സ് മാത്രമാണ് നമ്മൾ പുറത്ത് മേടിച്ചതും അത് കുറച്ച് കട്ട് ചെയ്തതും. ബാക്കി മാക്സിമം നമ്മൾ വീടുകളിൽ നിന്നുണ്ടാക്കുന്ന സാധനങ്ങൾ എന്നുവെച്ചാൽ ഒരുപാട് ഫാമിലി ഉണ്ടായിട്ട് ഓരോരുത്തർ ഓരോ സാധനങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് നോമ്പ് തുറക്ക് ഭാഗമായി എല്ലാവരും, സ്ത്രീകളായാലും പുരുഷന്മാരായാലും എല്ലാവരും ഇതിൻ്റെ ഭാഗമായി എന്നുള്ളത് തന്നെ എടുത്തു പറയാം.
ടറഫിൻ്റെ ഒരു ഭാഗത്ത് സ്ത്രീകൾക്ക് നിസ്കരിക്കാനുള്ള ഒരു സൗകര്യം ഒരുക്കിയിരുന്നു കേട്ടോ. അതേപോലെ തന്നെ പുരുഷന്മാരെല്ലാം അടുത്ത പള്ളിയിൽ നിസ്കരിക്കാൻ വേണ്ടി പോയതാണ്. അവരെല്ലാം നിസ്കാരം കഴിഞ്ഞ് തിരിച്ചു വന്നിട്ടുണ്ട്. ഇനി ടറഫിലെ ലൈറ്റൊക്കെ ഓപ്പണാക്കി അതിനിടയ്ക്ക് കുട്ടികളൊക്കെ ടർഫിൽ കയറിയിരുന്ന അവർക്ക് രണ്ടു പന്തും ഇട്ട് കൊടുത്തിരുന്നു. അത് നല്ല രീതിയിൽ അവിടെ ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി ഭക്ഷണം കഴിക്കണം. ഭക്ഷണം കുറച്ച് പേരവിടെ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. പ്ലേറ്റിലൊക്കെ വിളമ്പി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഒരു ഭാഗത്ത് സ്ത്രീകൾ അവർ പരിചയം പുതുക്കുന്നുണ്ട്. അതായത് കുറേ ദിവസങ്ങളായിട്ട് കുറേ മാസങ്ങളായിട്ട് കാണാത്ത കുറേ ആൾക്കാർ പരിചയപ്പെടാനുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. അങ്ങനെ അവരൊരു ഭാഗത്തിരുന്ന് തമ്മിൽ പരിചയപ്പെടുന്നുണ്ട്. പിന്നെ ഇതേപോലെ കുട്ടികൾ ടർഫിൽ നല്ല രീതിയിൽ ഫുട്ബോൾ കളിക്കുന്നതിനുള്ള സൗകര്യമുണ്ട്. ഒരു ചെറിയ എൻ്റർടൈൻമെൻറ്റ് കൂടി നമ്മൾ ഈ ഇഫ്താർ മീറ്റിൻ്റെ ഭാഗമായിട്ടുണ്ട്. പൊറാട്ടയും നെയ്സ് പത്തിരി കേട്ടോ ഞങ്ങൾ ഫുഡിനായിട്ട് കരുതിയിട്ടുള്ളത്. അവരവരെ വീടുകളിൽ നിന്നും ഉണ്ടാക്കിയ കറികളുണ്ട്, ചിക്കൻ കറികളുണ്ട്. വ്യത്യസ്തമായ രുചികൾ നമുക്കിവിടെ പരിചയപ്പെടാം. ഫുഡൊക്കെ അവിടെ റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. കുറച്ച് പേര് നിസ്കാരം കഴിഞ്ഞ് ഇനി വരാനുണ്ട്. സ്ത്രീകളെ നിസ്കാരം കഴിഞ്ഞിട്ട് അവർ ഭാഗത്തിരിക്കുന്നുണ്ട്. നമുക്ക് അവരുടെ ഭാഗത്തുനിന്ന് പോയി നോക്കാം. അങ്ങനെ ഒരുപാട് പേര് കുറേ ദിവസങ്ങൾക്ക് മുന്നേ കണ്ടവരും മാസങ്ങൾക്ക് മുന്നേ കണ്ടവരും പരിചയപ്പെടാത്ത ആൾക്കാരൊക്കെ സ്ത്രീകളെ ഭാഗത്തുണ്ട്. പുരുഷന്മാരൊക്കെ എപ്പോഴും ഈ ഗ്രൂപ്പിലുമായി സജീവമായത് കൊണ്ട് തന്നെ അവർ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയുന്ന ആൾക്കാരാണ്. സ്ത്രീകൾ അങ്ങനെയല്ല. സ്ത്രീകൾ ഇതേപോലെ എന്തെങ്കിലുമൊക്കെ പരിപാടി ഉണ്ടാകുന്ന സമയത്ത് മാത്രമാണ് അവർ തമ്മിൽ ഈ പരിചയങ്ങൾ പുതുക്കാറുള്ളൂ. എല്ലാവർക്കും വ്യത്യസ്തമായ ഒരു അനുഭവം തന്നെ കേട്ടോ നമ്മുടെ ഈ വാട്സാപ്പ് കൂട്ടായ്മയുടെ ഇഫ്താർ മീറ്റ്. കുട്ടികൾക്കൊക്കെ ഭയങ്കര സന്തോഷം തരുന്നില്ല. അവർക്ക് ഇങ്ങനെ കളിക്കാനുള്ളൊരു സൗകര്യം, ഫ്രീ ആയിട്ട് ടർഫ് കൂടെ നടക്കാനും ഓടാനും ഇരിക്കാനും കുറച്ചേരം സംസാരിക്കാനൊക്കെ ഉള്ള ഒരു സൗകര്യം ഭയങ്കര ഒരു സംഭവം തന്നെയാണ്. എല്ലാ കുട്ടികൾക്കായാലും മുതിർന്നവർക്കാർക്കും ഒരു വ്യത്യസ്തമായ ഒരു അനുഭവം തന്നെ എന്നുള്ളതാണ് നമ്മുടെ ഒരു കാഴ്ചപ്പാട്. അതുകൊണ്ട് തന്നെ ഒരു വമ്പൻ വിജയമായിരുന്നു, നല്ലൊരു പരിപാടിയായിരുന്നു എന്ന് തന്നെ ഞാൻ ഈ പരിപാടിയെ എടുത്ത് പറയും. ഇപ്പോൾ കണ്ടുവരുന്നൊരു ട്രെൻഡ് എന്താണെന്ന് വെച്ചാൽ ഈ ഇഫ്താർ മീറ്റുകൾ ഇതേപോലെ ഈ നോമ്പ് തുറകളൊക്കെ ആരെങ്കിലുമൊക്കെ ഏൽപ്പിച്ച് അവരിൽ നിന്നുള്ള ഫുഡുകളൊക്കെ വാങ്ങി ഒരു പാക്കേജ് പോലെ നടത്തുന്ന പരിപാടികളാണ് ഒട്ടുമിക്ക സ്ഥലങ്ങളും കണ്ടുവരാറുള്ളത്. ഇതേപോലെ നമ്മൾ ഈ കുടുംബത്തിൽ നിന്ന് തന്നെ അവരവരെ രുചികൾ നമ്മൾ ഇതേപോലെ ഇഫ്താർ മീറ്റിന് പങ്കെടുപ്പിച്ചുകൊണ്ട് മറ്റുള്ള രുചികളോട് നമ്മൾ ആസ്വദിക്കാനുള്ളൊരു സംഭവം ഉണ്ടല്ലോ, അത് ഭയങ്കര സംഭവം തന്നെയാണ്. അതേപോലുള്ള വളരെ അപൂർവമായിട്ട് മാത്രം കാണുന്നൊരു സംഭവം എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ടേബിളിലൊക്കെ ഫുഡൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഞാനിനി ഭക്ഷണം കഴിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. അങ്ങനെ എല്ലാവരും അങ്ങോട്ട് ക്ഷണിച്ചിട്ടുണ്ട്, എല്ലാവരും വരുന്നുണ്ട്. നമ്മൾ ടർഫിലേക്ക് ഇരിക്കുന്ന ആൾക്കാരൊക്കെ നീച്ചു വന്നിട്ട് നമ്മൾ ഫുഡ് കഴിക്കാനുള്ളൊരു തയ്യാറെടുപ്പിലാണ്. നിസ്കരിക്കാൻ പോയ എല്ലാവരെയും നമസ്കാരം കഴിഞ്ഞ് തിരിച്ചെത്തിയിട്ടുണ്ട്. നമ്മുടെ പ്രവാസികളായ നമ്മുടെ കുടുംബ ഗ്രൂപ്പിലെ അംഗങ്ങളായിട്ടുള്ള ഒരുപാട് പേരുണ്ട്. അതിന് അവർക്ക് പങ്കെടുക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഫുൾ സപ്പോർട്ട് അവരുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട്. എല്ലാ വർഷവും റമദാൻ്റെ തുടക്കത്തിൽ നമ്മുടെ ഈ ഗ്രൂപ്പിൻ്റെ വക ഒരു 10-25 കിറ്റുകൾ നമ്മൾ വിതരണം ചെയ്യാറുണ്ട്. ഇപ്രാവശ്യം അത് നടന്നിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ബാക്കിൽ പ്രവാസികളായ നമ്മുടെ സുഹൃത്തുക്കൾ, നമ്മുടെ സഹോദരങ്ങളുടെ ഒരു കൈയഴിഞ്ഞ സഹായം ഉള്ളത് കൊണ്ട് തന്നെയാണ് അതൊക്കെ നടക്കാറുള്ളത്. നാട്ടിലുള്ള ഗ്രൂപ്പിലെ അംഗങ്ങളായാലും പ്രവാസികളായാലും അവരൊക്കെ നല്ല സപ്പോർട്ട് ഉണ്ടാകാറുണ്ട്. അതേപോലെ തന്നെ ഈ ഇഫ്താർ മീറ്റിനും അവരുടെ സപ്പോർട്ട് ഉണ്ടായിട്ടുണ്ട്. ഇത് ഇങ്ങനെ നല്ലൊരു വിജയം ആയതുകൊണ്ട് തന്നെ അടുത്ത വർഷം ഇതിലും ഭംഗിയായി ഇതിലും വിപുലമായ രീതിയിൽ നമുക്ക് വാട്സാപ്പ് കൂട്ടായ്മയുടെ ഈ ഗ്രൂപ്പിൻ്റെ ഇഫ്താർ മീറ്റ് നടത്താൻ കഴിയും എന്ന് തെളിയിച്ചിരിക്കുകയാണ്. പറഞ്ഞു വെച്ചാ ഇപ്പാക്കറിയാം. അവിടെ ഇരുന്നടി പെണ്ണെ, ഇജവിടെ ഇരുന്നേ.
അങ്ങനെ ഇഷ ബാങ്ക് കൊടുത്തിട്ടോ. ഇനി ഇഷ നിസ്കരിക്കണം. അതേപോലെ തറാവിന് പങ്കെടുക്കേണ്ട ആളുകൾക്ക് അവരവരെ നാട്ടിലേക്ക് എത്തണം. അപ്പോൾ പരിപാടി അവസാനിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സാധനം കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ അവർ തിരിച്ചു കൊണ്ടുപോകാനുള്ള പ്ലേറ്റ്, ഗ്ലാസ്സുകൾ, അതേപോലെ സ്പൂണുകളൊക്കെ സാധനങ്ങളൊക്കെ തിരഞ്ഞ് അവർ ക്ലീൻ ചെയ്ത് തിരിച്ചു കൊണ്ടുപോകാനുള്ള പരിപാടിയിലാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ.